ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 16. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. അല്ലയോ അർജുന, 4 പ്രകാരത്തിൽപ്പെട്ട സുകൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. ഹേ ഭരതർഷഭ, ദുഃഖിതൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിവരാണവർ. ഇവിടെ എല്ലാവരും ഈശ്വരഭക്തന്മാർ തന്നെയാണ്. പക്ഷെ പലരും അതറിയുന്നില്ല എന്ന് മാത്രം. ആ അറിയുന്നവരെ, അറിഞ്ഞു ഭജിക്കുന്നവരെയാണ് ഇവിടെ 4 വിധത്തിൽ തരംതിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാരൊക്കെ? അവിടെ പറയാണ്, ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി. ഈ 4 ഭക്തന്മാരും അവരാരായിരിക്കണം? ഈ അറിഞ്ഞ് ഭജിക്കുന്നവരാരായിരിക്കും? അവർ സജ്ജനങ്ങളായിരിക്കും. പൂർവജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആർജിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ഭഗവാനെ ഭജിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരെ സുകൃതികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സുകൃതികൾക്കേ അത് കഴിയുള്ളൂ. അല്ലാത്തവർക്ക് തൻ്റെ കഴിവ് കൊണ്ടാണ് എന്നുള്ള അഹങ്കാരമായിരിക്കും ഉണ്ടാവുക. അവരൊന്നിൻ്റെ മുന്നിലും തലകുനിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സജ്ജനങ്ങൾക്ക് ഭഗവത് ഭക്തന്മാരാകാൻ സാധിക്കൂ. അത് പുണ്യ സംസ്കാരം കൊണ്ടേ സാധിക്കൂ. അവർ സുകൃതികളാണ്. അതുകൊണ്ട് ചതുർവിധ, അവർ 4 കൂട്ടരുണ്ട്. അവിടെ ആദ്യം പറയുന്നത് ആർത്തൻ എന്നാണ്. ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നാണ് അർത്ഥം. രോഗങ്ങളെ കൊണ്ട് ഒക്കെ ക്ലേശിച്ച് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഭഗവാനെ ഭജിക്കുന്നവർ. ഇപ്പം രോഗം മാറ്റിത്തരാൻ ഭഗവാനെ ഭജിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഭഗവാനെ ഭജിക്കും വേണം, ചികിത്സിക്കും വേണം. ചികിത്സിച്ചിട്ട് ഭേദമായാലും നല്ലത്, ഭേദമായിട്ടില്ലെങ്കിലും നല്ലത്. എല്ലാം പ്രാരബ്ധവശാലാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അതിനും ഈശ്വരവചനം ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? തന്നെ സ്വയം പഴിച്ചവർ വിലപിച്ചങ്ങനെ കരയും. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതേ. നമ്മൾ തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് വ്യാധിയും ഉണ്ടായത്. ഈ ബോധം ഉണ്ടായാൽ രോഗം വന്നാൽ ചികിത്സിക്കാതിരിക്കുകയല്ല, ചികിത്സിക്കുന്നുണ്ട്. ചികിത്സിച്ചിട്ട് ഭേദമായാലും ഭേദമായിട്ടില്ലെങ്കിലും മരിച്ചു പോയാലും ഒക്കെ എന്താണ്? അത് പ്രാരബ്ധവശാലാണ് എന്നുള്ള ഉൾക്കൊള്ളാനുള്ള കരുത്ത് അവർക്കുണ്ടാവും. ഭഗവത് ഭജനുണ്ടാവുന്ന ഗുണം അതാണ്. അതുകൊണ്ട് ആർത്തനായ ഭക്തന്മാർ ഭഗവാനെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ, എന്നാലും അവർ ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അത് സുഹൃതം ചെയ്തവർക്കേ സാധിക്കൂ. അല്ലാത്തവർക്ക് അതും കഴിയില്ല. അവർ ഭക്തന്മാരാണ്. അവർ കാര്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത് പറയുന്നത് ജിജ്ഞാസു ആണ്. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ജ്ഞാതുമിച്ഛ ജിജ്ഞാസ എന്നാണ്. അറിയാനുള്ള ഇച്ഛ. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യ കുഞ്ഞും 4 വയസ്സിൽ നമ്മൾ നട്ടഭ്രാന്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ കുട്ടിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ ചോദിക്കുന്നത്, അതെന്താ അച്ഛ, അതെന്താ, ഇതെന്താ? കാണുന്നതിന് മുഴുവൻ കാരണത്തെ അന്വേഷിക്കുന്നുണ്ട് അവൻ. അവനെ ശരിയായ വഴിക്ക് നയിക്കാൻ സാധിച്ചാൽ അവൻ ഒരു ജിജ്ഞാസുവായി തീരും. അപ്പം ജിജ്ഞാസ 4 വയസ്സിൽ പുറപ്പെടുന്നുണ്ട്. മനുഷ്യനാണോ അവർക്കൊക്കെ. ജനിച്ച ഏത് കാലത്ത് മനുഷ്യനുണ്ടായ അന്നു മുതൽ മനുഷ്യൻ്റെ ഒരു അന്വേഷണമാണ് ഈശ്വരൻ എന്നാൽ എന്താണ്. ഇവിടെ ഒരു നിയമക്രമം ഞാൻ കാണുന്നു.
നിയമമുണ്ടെങ്കിൽ നിയാമകൻ കൂടിയേ തീരൂ. ആ നിയാമകനെയാണ് ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ജിജ്ഞാസു ഭക്തന്മാർ, അവർ ഭക്തി കൊണ്ട് അവരും അന്വേഷിക്കുക തന്നെയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി അവർ തൻ്റെ ജീവിതത്തെ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി അവർ ഭഗവാനെ ഭജിക്കുന്നു. അപ്പോൾ ആർത്തൻ, ജിജ്ഞാസു, മറ്റൊരു കൂട്ടൽ അർത്ഥാർത്ഥിയാണ്. പണം ഉണ്ടാവണേ, ധനം ഉണ്ടാവണേ, സമ്പത്ത് ഉണ്ടാവണേ. അങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. സമ്പത്തുണ്ടായാൽ എല്ലാമായി. സമ്പത്ത് വേണം. സമ്പത്ത് എന്ത് വേണം? മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൻ്റെ ബാക്കിയാവരുത് എൻ്റെ സമ്പാദ്യം. മറ്റുള്ളവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയതാവരുത് എൻ്റെ ധനം. ധനം നല്ലോണം സമ്പാദിക്കണം. അതും ഈശ്വരാനുഗ്രഹത്താലാണെന്നുള്ള ബോധത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അഥവാ ചിലരൊക്കെ ബിസിനസ്സിൻ്റെ പങ്കാളി തന്നെ ഭഗവാനെ ആക്കും. തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് തന്നെ ഭഗവാന് കൊടുക്കും. അതിലൂടെ കൂടുതൽ കൂടുതൽ ധനം ഉണ്ടാക്കാമെന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട്. അങ്ങനെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ സ്വർണം, ധനമൊക്കെ വന്നുകൂടുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. നാലാമതൊരു കൂട്ടർ ജ്ഞാനി ആണ്. ജ്ഞാനി എന്ന് പറയുമ്പോൾ, ജ്ഞാനികൾ എന്തിനാ ഭജിക്കുന്നത്? അവർക്ക് ഭഗവാനെ അറിഞ്ഞവരല്ലേ. അവർ ബുദ്ധിതലത്തിലേ അറിഞ്ഞിട്ടുള്ളൂ. ബുദ്ധിതലത്തിൽ അറിഞ്ഞതുകൊണ്ട് അവർക്ക് അവിടെ സംശയം തീരുന്നില്ല. ഭഗവാൻ അങ്ങ് ദൂരെ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ശബരിമലയിലോ ഗുരുവായൂരോ ഒന്നും ഇരിക്കുന്നവനല്ല. അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്, സർവത്തിലുമുണ്ട് എന്നറിയുന്ന ഒരാൾ. തന്നിൽ നിന്ന് ഭിന്നനല്ല ഭഗവാൻ എന്ന് അവന് ബുദ്ധിതലത്തിൽ അറിയാം. എന്നാലും അത് ഉറച്ചിട്ടില്ല. തന്നിൽ താനായും സർവത്തിലും അതായും വിളങ്ങുന്ന ആ പരമാത്മ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്നത് വരെ, സാക്ഷാത്കരിക്കാൻ എനിക്ക് കഴിവുണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനായിട്ട് ധ്യാനം ചെയ്യുന്ന, അതിനായിട്ട് ഭജിക്കുന്നവർ, അവർ ജ്ഞാനി ഭക്തന്മാരാണ്. ജ്ഞാനി എന്നെവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ അവർ ബുദ്ധിതലത്തിൽ അറിഞ്ഞിട്ടുണ്ട്, ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിജ്ഞാനമായിട്ടില്ല, അനുഭവികമായ അറിവായിട്ടില്ല. അനുഭവികമായ അറിവായി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിനെയും ഭജിക്കുന്നില്ല. അവർ ഭഗവത് സ്വരൂപികളാണ്. അവരെ അല്ല ഇവിടെ ഭക്തൻ എന്നുള്ള കൂട്ടത്തിൽ കൂട്ടുമ്പോൾ അവർ ജ്ഞാനി ഭക്തന്മാരാണ്, വിജ്ഞാനികളല്ല എന്നർത്ഥം. ഇനി ഇവിടെയൊക്കെ പറയുന്നതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരൊക്കെ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ, ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ആദ്യം ഓടി വരിക കുറേ കീർത്തനങ്ങൾ, കുറേ ജപങ്ങൾ ഒക്കെ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഭജന ചൊല്ലുക എന്നുള്ളതാവും. അതല്ല, ഭജന ചെല്ലുന്നത് നല്ലതാണ്, അന്ധകരണ ശുദ്ധിക്ക് നല്ലതാണ്. പക്ഷെ എപ്പോഴും ഭജന ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം അത് ഭജനയാവില്ല. ഭജ് സേവായാം എന്നാണ് ധാത്വർത്ഥം. കഷ്ടപ്പെടുന്നവരിൽ, ദരിദ്രരിൽ, ദുഃഖിതരിൽ, ക്ഷീണിതരിൽ, വ്രതിതരിൽ, അങ്ങനെയുള്ളവരിൽ തന്നാലാവുന്ന വിധത്തിൽ സേവ ചെയ്യുക. കാരണം ഇതിലൊക്കെ ഭഗവാനാണ് കുടികൊള്ളുന്നത് എന്ന ഭാവത്തോടു കൂടി സഹായിക്കാൻ നമ്മൾ ആരുമല്ല. തനിക്ക് എന്ത് കഴിവുണ്ടോ അത് മറ്റുള്ളവരുമായി പങ്കിടുന്നു. തൻ്റെ മുന്നിലൊരു രോഗിയെ വരുത്തിയത് അത് ഈശ്വര പൂജ ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. തൻ്റെ മുന്നിലൊരു ദാരിദ്ര്യം വന്നൊരാൾ കണ്ടത് അത് ഈശ്വര പൂജ ചെയ്യാനുള്ള ഒരു അവസരമാണെന്ന ഭാവത്തോടു കൂടി അവർ തൻ്റെ സഹജീവികളെ, ഈ പ്രപഞ്ചത്തെ തന്നെ തന്നാലാവുന്ന വിധത്തിൽ ഭഗവത് പൂജാർത്ഥം സേവനം ചെയ്യുകയാണ് ഭജന എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ 4 കൂട്ടരും അങ്ങനെ കൊടുത്തതേ നമ്മൾ വാങ്ങൂ. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, ഭജനയിലിട്ട് മാത്രം കാര്യമില്ല. സ്വസ്ഥതയും ശാന്തിയും തൻ്റെ സഹജീവികൾക്കെങ്കിലും കൊടുക്കണം. തൻ്റെ വീട്ടിലെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാവണം. ഇത് തൻ്റെ വീട്ടിൽ ഭാര്യ ആയാലും ഭർത്താവായാലും കുട്ടിയായാലും അവരോടൊന്നും ഒക്കെ ക്രൂരമായിട്ടും മറ്റും പ്രവർത്തിക്കും. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ എനിക്ക് സമാധാനം വേണേ, ശാന്തി വേണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടില്ല. കൊടുത്തതേ വാങ്ങൂ, കൊടുത്തത് വാങ്ങും. അതുകൊണ്ട് തന്നാലാവും വിധത്തിൽ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ, തൊട്ട് തലോടാൻ, ഒരു സ്നേഹമസൃണമായൊരു വാക്ക് ഉച്ചരിക്കാൻ, എന്തെങ്കിലും ആവുന്ന വിധത്തിൽ അർഹിക്കുന്നവരിലേക്ക് നൽകുക. ഇതാണ്
ഭജനം. ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് തൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ നയിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ തനിക്ക് ഭക്തനാവാൻ പറ്റൂ. അങ്ങനെ 4 വിധം ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു. ഈ 4 വിധ ഭക്തന്മാരും സുകൃതം ചെയ്തവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി പ്രവേശിച്ച് വർത്തിക്കുന്ന ആ പരമ ചൈതന്യ രൂപനാണ് ഭഗവാൻ. അതിനെ തന്നെ നമ്മൾ വിഷ്ണു എന്നാണ്. വേവേഷ്ടി സർവമിതം വിഷ്ണു. സർവത്തിലും ജീവരൂപത്തിൽ പ്രകടമാകുന്ന യാതൊന്നുണ്ടോ അതാണ് വിഷ്ണു. ശിവൻ എന്ന് പറഞ്ഞാലോ ശവമല്ലാത്തതൊക്കെ ശിവൻ. അത് ശവമല്ലാതെ നിലനിർത്തുന്നത് ആരാ? ഈ ജഡമായതിനെ. അതിന് ശിവനാണ്. ശിവൻ പോയ ശവമായി. ഈ തത്വത്തെ അറിയുന്നവരാണ് ജ്ഞാനി ഭക്തന്മാർ. പക്ഷെ അത് സംശയലേശമന്യെ അറിയുന്നതിനെയാണ് സാക്ഷാത്കരിക്കുക എന്ന് പറയുക. സാക്ഷാത്കരിക്കുന്ന കാലത്തോളം അവർ വിജ്ഞാനിയായിട്ടില്ല. വിജ്ഞാനി ആയിക്കഴിഞ്ഞാൽ അവരുടെ കേവല വർത്തനം പോലും, അവർ വെറുതെ ഇരുന്നാൽ തന്നെ മതി, അവരുടെ അനുഗ്രഹ ബുദ്ധി, അനുഗ്രഹ ഭാവം, അവരുടെ ആ ഉള്ളിലിരിപ്പ് തന്നെ, ആ ഉള്ളിലുള്ള ഭാവം തന്നെ അനുഗ്രഹദായകമാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകുന്നത് അനേകം തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിനെക്കാട്ടിലും, ഗംഗയും യമുനയും ഗോദാവരിയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതിലൊക്കെ പോയി മുങ്ങിക്കുളിച്ച് ചിരകാലം കൊണ്ട് മാത്രമേ അവർ ഉള്ളു തീർത്ഥമാവുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ, അതായത് വിജ്ഞാനികളായ മഹാത്മാക്കൾ എവിടെ വസിക്കുന്നുണ്ടോ അവരുടെ അടുത്ത് പോയി അവരുടെ ആ അനുഗ്രഹ ബുദ്ധി തന്നെ നമ്മളെ തീർത്ഥങ്ങളാക്കും, നമ്മളെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാക്കൾ വസിക്കുന്ന ആശ്രമങ്ങളിലേക്ക് അവരെ പോയി നമസ്കരിക്കുന്നത്, അനുഗ്രഹം വാങ്ങുന്നതൊക്കെ. അവരുടെ ആ അനുഗ്രഹ ബുദ്ധിയാണ്, അനുഗ്രഹ ഭാവമാണ്. എല്ലാം നന്നായി വരട്ടെ എന്നുള്ളൊരു ഭാവമാണ് അവർക്കുള്ളത്. ആ ഭാവമാണ് അനുഗ്രഹഭാവം. അല്ലാത്തവർ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അനുഗ്രഹമാവുന്നില്ല. അവർ കൈകൊണ്ട് കാണിച്ചിട്ടില്ലെങ്കിലും വിജ്ഞാനികളെ സംബന്ധിച്ച് അവരുടെ സാമീപ്യം തന്നെ നമുക്ക് ആനന്ദദായകമാണ്. അത് നമുക്ക് ശാന്തിയെ നൽകും. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്തേക്ക് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കും. ഇനി തീർത്തും കലുഷിതമായിരിക്കുന്ന, മറ്റുള്ളതിനെയൊക്കെ നിന്ദിക്കുന്ന, മറ്റുള്ളതിനെയൊക്കെ നശിപ്പിക്കുന്ന മനസ്സുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പട്ടി പോലും എണീറ്റ് പോകുന്ന പറഞ്ഞത്, ഓടിപ്പോകും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുക, അങ്ങനെയുള്ള ആളുകൾ അടുത്ത് നിന്ന് ഒരു ജീവി അവരുടെ അടുത്തേക്ക് എടുക്കില്ല. എന്നാൽ നിത്യവും ഈ ഒരു ഭാവം കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ ധ്യാനം മുതലായ ചെയ്ത് ആ എനർജിയെ സമ്പാദിച്ചിട്ട് അങ്ങനെ കഴിയുന്ന മഹാത്മാക്കളുടെ അടുത്തേക്ക് സർവ്വ ജീവജാലങ്ങളും വന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായ ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് അവരുടെ കേവല വർത്തനം തന്നെ, അവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് ലോകാനുഗ്രഹ ഹേതുകമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് അവർ ചെയ്യുന്നത്? അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ശരീരപ്രാരബ്ധമുണ്ട്. ശരീരപ്രാരബ്ധം കഴിയുന്നത് വരെ ഈ ലോകാനുഗ്രഹം, ശാസ്ത്രപ്രചരണം, അതുപോലെ മറ്റുള്ളവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ശരീരഗതമായ പ്രാരബ്ധവശാലാണ്. ചെയ്തോളണമെന്നൊന്നുമില്ല. ചെയ്തുകൊണ്ടൊന്നും നേടാനോ ചെയ്യാത്തതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനോ അവർക്കില്ല, ഒരു കർത്തവ്യവും ഇല്ല. എങ്കിലും അവരുടെ പ്രാരബ്ധം കഴിയുന്നത് വരെ അങ്ങനെയുള്ള മഹാത്മാക്കൾ ആ പ്രാരബ്ധവശാൽ അവർ മറ്റുള്ളവരെ നന്നാക്കാൻ എന്നുള്ള, മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു പ്രയോജനമില്ലെങ്കിലും അവർ ലോകസംഗ്രഹാർത്ഥം അങ്ങനെ ഭഗവത് സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഈ ഒരു ഭാവത്തെ തന്നെ നമ്മളൊരു ദൃഷ്ടാന്ത സഹിതം മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആള് അയാൾ ഭഗവത് ഭജനം ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും, ഈ ചതുർവിധ ഭക്തന്മാരിൽ പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും അവർ ഭക്തന്മാർ തന്നെയാണ്. എന്തുകൊണ്ട്? ഈ ശരീരം എന്നുള്ളത് ജഡമാണ്. ആ ജഡമായിരിക്കുന്ന ശരീരത്തിന് സ്വയമേവ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിനൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ദൃഷ്ടാന്തം എപ്പോഴും ഏകദേശ ബോധകത്വമായിരിക്കും. നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന വസ്തുക്കളോടായിരിക്കും അതിനെ താരതമ്യം ചെയ്ത് പഠിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഫാന്, ഹീറ്റർ, ഫ്രിഡ്ജ് തുടങ്ങിയ
ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അവ വാസ്തവത്തിൽ ജഡങ്ങളാണ്. എന്നാൽ അത് കറങ്ങാനോ ചൂടാക്കാനോ തണുപ്പിക്കാനോ അവ സ്വയം ശക്തങ്ങളല്ല. അതിനെന്ത് വേണം? വിദ്യുച്ഛക്തിയുമായിട്ട് യോജിക്കുമ്പോൾ അവ പ്രവർത്തിക്കുന്നു. അപ്പോൾ വൈദ്യുതോപകരണങ്ങൾ വിദ്യുച്ഛക്തിയെ ഭജിക്കുമ്പോൾ വിദ്യുച്ഛക്തി വൈദ്യുതോപകരണങ്ങളിലേക്ക് സംക്രമിക്കുന്നു. ലളിതമായ ഉദാഹരണമാണ്. എന്നാൽ ഉപകരണത്തിൻ്റെ തകരാറിന് നമ്മൾ വിദ്യുച്ഛക്തിയെ പഴിച്ചിട്ട് കാര്യമില്ല. സജ്ജനമോ ദുർജനമോ പണ്ഡിതനോ പാമരനോ ധീരനോ ഭീരുവോ ആരോ ആയിക്കോട്ടെ, എല്ലാവരും ഭഗവത് ഭജനം ചെയ്യുന്നവരാണ്. അപ്പം പിന്നെ എന്തിനാ അവിടെ 4 ഭക്തന്മാരെടുത്ത് പറഞ്ഞത്? അത് അറിഞ്ഞ് ഭജിക്കുന്നവരാണ്. ഇത് ഭഗവത് ഭാവം കൊണ്ടാണ് എനിക്ക് ഈ കഴിവുണ്ടായത്, എനിക്ക് ശക്തി ഉണ്ടായത് എന്ന് അറിയുന്നത്. അത് ഭഗവാനാണ് എനിക്കെല്ലാം തരുന്നെന്ന ഭാവം ഉണ്ടാവുമ്പോൾ, അത് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അവർ ഭഗവാനെ ഭഗവാൻ ഭക്തന്മാർ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് അവർക്കും കൊടുക്കുന്നത്. ഈശ്വര നിഷേധിയായാലും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരായാലും രണ്ടു കൂട്ടരും ഈശ്വരാനുഗ്രഹത്താൽ തന്നെയാണ്. അല്ലാതെ ഈ ജഡമായ ശരീരത്തിനൊരു ശക്തിയില്ല. പക്ഷെ ജ്ഞാത്വാ കർമ്മ സമാചരേത്, അറിഞ്ഞ് ഭജിക്കുന്നവരെ 4 വിഭാഗമാക്കി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പം അറിഞ്ഞോ അറിയാതെയോ ഓരോ ആളും ഈശ്വരനെ ഭജിക്കുന്നുണ്ട്. അത് ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ എന്ത് ജീവിതത്തിൽ എന്ത് വ്യാപാരം നടക്കുമ്പോഴും അതുകൊണ്ട് തന്നെയാണ്. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാവരും ഈശ്വരഭക്തന്മാരാണ്. അപ്പം ആർത്തന്മാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തുണ്ടായിട്ട് എന്തനുഭവിച്ചിട്ടും സമാധാനവും സംതൃപ്തിയും കിട്ടാതെ ഭഗവാനെ വിളിച്ച് കരയുന്നവർ, അവർ ഈശ്വരനെ വിളിച്ച് കരയാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടായോ, തൻ്റെ കഴിവുകൊണ്ടല്ല എന്നുള്ളത് ബോധം വന്നല്ലോ, അത് തന്നെ ഒരു ഭക്തൻ്റെ ലക്ഷണമാണ്. അല്ലാത്തവർ അതിനും കഴിയില്ല. ജിജ്ഞാസുകൾ എന്ന് പറയുമ്പോൾ പരമാത്മതത്വം, പരമേശ്വരൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ, അവരും ഭഗവാനോട് തന്നെ അപേക്ഷിക്കുന്നുണ്ട്, അവരും ഭക്തന്മാരാണ്. അല്ലാതെ ഒക്കെ ഭൗതികമായ ബുദ്ധിതലത്തിൽ അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നവരല്ല. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും, തൻ്റെ ബുദ്ധിയുടെ പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രപഞ്ച ശക്തി എന്ന്, ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന്. അങ്ങനെയുള്ളവർ എന്താ ഭഗവാനെ ഈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നവർ അന്വേഷിക്കുന്നുണ്ട്. അർത്ഥാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ധനം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, അവ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അത് ഭഗവത് അനുഗ്രഹം ഐശ്വര്യം ഉണ്ടായാലേ നടക്കുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി അതെൻ്റെ ജീവിതത്തിൽ ഭഗവത് ഭജനം ചെയ്യുന്നവർ, അവരാണ് അർത്ഥാർത്ഥികൾ. അല്ല തൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല തനിക്ക് ധനവും സമ്പത്തും ഉണ്ടായത്, അത് ഈശ്വരാനുഗ്രഹത്താലാണെന്നുള്ള ബോധത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർ. ഈ ശക്തിയൊക്കെ അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് എന്ന് ബോധം ഉണ്ടാവുന്നു. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ അത് വളരെ വിരളമായിരിക്കും, 1,000,000 ഉണ്ടാവുള്ളൂ. അവർ ഭഗവാനെ ഭജിക്കൊന്നും നേടാനല്ല, അവരൊന്നും ആവശ്യപ്പെടുന്നുമില്ല, പ്രതിഫലമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ അവരെന്ത് ചെയ്യുന്നു? പരമമായ ഭക്തി കൊണ്ട്, സ്നേഹം കൊണ്ട് തന്നിൽ താനായി വർത്തിക്കുന്ന ആ പരമേശ്വരനെ, അതിൽ നിന്ന് തൻ ഭിന്നനാണെന്നുള്ള തോന്നൽ തനിക്കുണ്ടാവരുതേ എന്ന പ്രാർത്ഥന അവർക്കുമുണ്ട്. വിജ്ഞാനിയായാൽ പിന്നില്ല. വിജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ പൂജിക്കുന്നത് പോലെ തന്നെ ആ വിജ്ഞാനിയെയും നമ്മൾ പ്രത്യക്ഷമായ ഭഗവാന്റെ പ്രത്യക്ഷമായ ഭാവമാണ് ഒരു മഹാത്മാവിൻ്റെ ജീവിതം. അവർ ദേഹം പ്രാരബ്ധം കഴിഞ്ഞ് ദേഹം പതിച്ചു കഴിഞ്ഞാൽ അതൊരു ശിവക്ഷേത്രമായിട്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശ്വരനും അവരും വേറെയല്ല. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല, നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്ന് തന്നെ. അങ്ങനെയുള്ള മഹാത്മാക്കളെ 1,000,000 ഉണ്ടാവുള്ളൂ. അവരെ പോയി നമസ്കരിക്കുന്നതും അനുഗ്രഹം വാങ്ങുന്നതും ഈശ്വരനെ ഭജിക്കുന്നതിന് തുല്യം തന്നെയാണ്. അവർ വേറെയല്ല. ഈശ്വരൻ്റെ കൺകണ്ട ദൈവങ്ങളാണ്, ഭാവങ്ങളാണ് മഹാത്മാക്കൾ. പക്ഷേ ഇവിടെ ജ്ഞാനി എന്ന് പറയുന്ന സമയത്ത് അത് ഭക്തനാണ്. ആ അറിവിനെ സുദൃഢമാക്കിയിട്ട് തന്നിലുള്ള ആ ഭഗവത് ഭാവത്തെ, ആ ഭാവത്തിൽ നിന്ന് താൻ വിഭിന്നനല്ല എന്നുള്ള ബോധം തനിക്ക് ഉണ്ടാവണേ എന്ന് ബുദ്ധിതലത്തിൽ ഗുരുവിൽ നിന്ന് ശാസ്ത്രം അറിഞ്ഞതിനെ സാക്ഷാത്കരിക്കുന്നതുവരെ അവർ ഭജിക്കുന്നുണ്ട്. ധ്യാനനിഷ്ഠയിൽ
ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ്. ഇനി അടുത്തത്, ഇവരിൽ ഈ ഭക്തന്മാരിൽ ആരാണ് ഉത്തമൻ എന്ന് പറയുന്ന ശ്ലോകമാണ് അടുത്തത്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ചിന്തിക്കാം.